നമ്മുടെ ജില്ലയിലെ അതിരൂക്ഷമായ ഇത്തരം പ്രതിസന്ധികളെ നേരിടുന്ന പ്രദേശങ്ങളിൽ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ്. എന്നാൽ എല്ലാ ഇടങ്ങളിലും ഒരുപോലെ അത് രൂപപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിലും ഈ വിഷയവും ഇതിൻ്റെ ഗൗരവമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. എവിടെയാണ് രൂക്ഷമായ പ്രശ്നമെന്ന് കണ്ട് ഫോറസ്റ്റുമായി സഹകരിച്ച് എൻ്റെ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഞാൻ തുക നൽകാൻ തയ്യാറാണെന്ന് അവർ അറിയിക്കുകയും ചെയ്തു. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് ഇബ്രാഹിം. എൻ്റെ ജ്യേഷ്ഠന് സങ്കടമുണ്ട്, പറയാൻ പറ്റിയിട്ട് പറയണതുമല്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെയ്തട്ടെ പറ്റുമെങ്കിൽ. അമർ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ചെറിയ കാറ്ററിങ്ങിനെ സപ്ലൈ ചെയ്യാനും വിളമ്പാനൊക്കെ പോയി 350 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നു. ഇന്നലെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ആ കൊച്ചു ഇന്നലെ പോയോണ്ട് തന്നെ 350 രൂപ ഒരു അടുത്ത ഭക്ഷണവും കിട്ടും. ഒന്നെങ്കിൽ ഞങ്ങളെല്ലാവരെയും 4 വാർഡുള്ളൂ ഇത്. 4 വാർഡിലെ ജനങ്ങളെ നിരത്തി നിർത്തി വെടിവെച്ച് കൊന്നു കളഞ്ഞിട്ട് വനമാക്കുക, അല്ലെങ്കിൽ വല്ല ഫെൻസിങ് ഇട്ട് തരുമോ. ഈ ആനയ്ക്ക് ഇവിടെ വനമില്ല ചേട്ടാ. ഈ പെരിയാറിൻ്റെ അപ്പുറമല്ലേ വനമുള്ളൂ. ഇനി ഭയങ്കര ആക്രമണമായിരിക്കും. വേനലായില്ലേ, ഇനി വെള്ളം കുടിക്കാൻ വാട്ടർ ടാങ്ക് ഒട്ടിപ്പൊട്ടിക്കുക, വാഴ ഇന്നുക, ഇതൊക്കെയാണ് പരിപാടി. ഇതിവർ കൊണ്ടുവന്ന് വിട്ടതാ ആനേനെ.